ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. എനിക്കൊണ്ട് സുഖമാണ് കേട്ടോ. ഇന്നിപ്പം കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വ്ളോഗായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുക്കിംഗ് റെസിപ്പിയൊന്നും എടുത്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടതുകൊണ്ടാണ് കേട്ടോ പിന്നെ റെസിപ്പി എടുക്കാത്തത്. ഇപ്പോൾ ലോങ് വീഡിയോ ഒന്നും ആരും കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഷോർട്സ് കുക്കിംഗ് ആയിട്ട് ഇടുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയലില്ല, എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നൊക്കെ അറിയാം. എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താണ് കേട്ടോ. എപ്പോഴും ഞാൻ വീഡിയോക്ക് ലാസ്റ്റൊക്കെ എപ്പോഴെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ പറയലുള്ളൂ. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരൊക്കെ ഒരുപാട് കാണുന്നുണ്ടാവാം. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാ ഹൈപ്പ് എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. കാരണം എൻ്റെ ഹൈപ്പ് ആരും അമർത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോക്ക് ആദ്യം തന്നെ പറയുന്നത്. ഇതൊക്കെ ഒന്നൊരു ചടപ്പൊന്നും തോന്നരുത് കേട്ടോ, വീഡിയോയിൽ ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട്. പിന്നെ ഞാനിന്ന് എന്തായാലും ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഉള്ളിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു കറുപ്പ് കളറായിട്ട് വന്നിട്ട് നല്ല വൃത്തിയിൽ കഴുകിയാലും മാത്രമേ കിട്ടുള്ളൂ. അത് വിഷമെന്നൊക്കെ പറയുന്നേക്കല്ല. മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഉള്ളിയൊന്നും അങ്ങനെ കഴുകിയിട്ടില്ലെങ്കിൽ അങ്ങനെ ആ പുറകിൽ ഇങ്ങനെ കറുപ്പ് കളർ ഉണ്ടാവില്ല. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ റെഡിയാക്കി കഴിഞ്ഞാൽ അത് നന്നായിന്ന് വൃത്തിയായിന്ന് തോന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളി മുറിക്കുമ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. കരച്ചിലും ബഹളവും ആയിരിക്കും കേട്ടോ. കരച്ചിൽ നിന്ന് കണ്ണ് നിറഞ്ഞിട്ടാണ്. ഇപ്പം തന്നെ എൻ്റെ കണ്ണുമൂക്കൊക്കെ കണ്ടാലറിയാം. കാരണം എനിക്ക് എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഓരോ സമയത്ത് ഉള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഉള്ളിക്കൊക്കെ വെള്ളം കൂടുതലുണ്ടോ, നീരിങ്ങനെ തെറിക്കും ഓരോ സമയത്ത് ഉള്ളി. ഇപ്രാവശ്യത്തെ ഉള്ളി അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര കണ്ണ് പോച്ചിലായിരുന്നു. കരഞ്ഞും വിളിച്ചും ഒക്കെയാണ് ആ ഉള്ളി കട്ട് ചെയ്ത് തീർത്തത്. എനിക്ക് ഉള്ളിയോട് ഉണ്ടാക്കാൻ തന്നെ മടി. ഈ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പിലൊക്കെ. പിന്നെ ഇത് ക്യാരറ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മന്തിയുടെ മസാലയാണ് കേട്ടോ. ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് മന്തിക്ക് വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ ഒന്ന് മസാലയൊക്കെ ആക്കിയിട്ട് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ഇനി കുക്കറിൽ വേവിച്ചെടുക്കണം. ബീഫ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം തന്നെ വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം ചായ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് അടുപ്പത്ത് വെച്ചത്. ബീഫ് നന്നായിട്ട് വേകട്ടെ എന്ന് വിചാരിച്ച് ബീഫ് നല്ല കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് വെന്ത് വരണം. എന്നാലേ നമ്മളെ മന്തി ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ കറി വെക്കുന്നത് പോലെയല്ലല്ലോ. അങ്ങനെ ബീഫിൻ്റെ മസാലയ്ക്ക് കടന്ന് ആട്ടെ. അതിനിടയ്ക്ക് നമ്മളെ ക്ലീനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ പണിയെടുക്കുമ്പോഴും വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പാത്രത്തിലിട്ട് വെച്ച് അതിൻ്റെ ബാക്കി വരുന്നുണ്ട് കേട്ടോ. മൈദയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ച്. മൈദപ്പൊടിയൊക്കെ ഇല്ലേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു കുത്തൻ എന്ന് പറയുന്ന സംഭവം അറിയാം നിങ്ങൾക്കൊക്കെ. കുത്തൻ കയറും കേട്ടോ നിറയെ. അപ്പം ഞാനെല്ലാം കൊണ്ട് ഫ്രിഡ്ജിലാണ് വെക്കൽ. നമ്മൾ നാളെ എടുക്കുന്നല്ലേ വെച്ചിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അന്ന് അതിൻ്റെ കാര്യം പോക്കാം. അങ്ങനെ കുറേ സാധനങ്ങൾ കളയേണ്ടി വരത്തുണ്ട് കേട്ടോ. നമ്മളെ കടലയും പിന്നെ ഗ്രീൻ പീസൊക്കെ അങ്ങനെ ഞാൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പം എല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ. ഫ്രിഡ്ജിൽ എല്ലാ സാധനവും കയറ്റി വെച്ചിട്ട് സ്ഥലവും ഇല്ല. പിന്നെ പറഞ്ഞിട്ട് എന്താ വേണ്ടത്. ആദ്യം ചെറിയ ഫ്രിഡ്ജിന് കേട്ടോ, ഒരു ഡോറുള്ള. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ തീരെ സ്ഥലമില്ല വെച്ചിട്ടാണ് അങ്ങനത്തെ വാങ്ങിയത്. അത് വാങ്ങിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളൊന്നാമത് കിട്ടുന്ന സാധനം കുത്തി നിറക്കുകയല്ലേ ചെയ്യുന്ന ഫ്രിഡ്ജിൽ. പിന്നെ എങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടല്. അതുകൊണ്ട് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എല്ലാവരുടെ കാര്യമല്ല. അതിൻ്റെ കുറേ വേസ്റ്റൊക്കെ ഉണ്ട് അതിന് കത്തിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചേക്കാമെന്ന് വിചാരിച്ച്. വേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ പ്ലാസ്റ്റിക്കൊക്കെ കത്തിക്കുന്നത്. പ്ലാസ്റ്റിക്കൊന്നല്ല, കുറേ പേപ്പറും ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ച്. പാക്കറ്റിലും പിന്നെ വേറെ ഇട്ട് വെക്കൽ തന്നെയാണ് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടി വരില്ല. പിന്നെ എൻ്റെ വീട് ആരെങ്കിലും കഷ്ടകാലത്തിനായിരിക്കും ഒരാൾ കാണുന്നത് ഞാൻ പാക്കറ്റ് കത്തിക്കുന്നതെന്ന് വിചാരിക്കണ്ടല്ലോ. കാരണം നമ്മളെ അടുത്തുനിന്ന് കത്തിക്കാനും കഴിയില്ല. പ്ലാസ്റ്റിക് ഒന്നും അപ്പുറം ഇപ്പുറമൊക്കെ വീടില്ലോണ്ട്. എന്നാലും നല്ല വെയിൽ കണ്ട് കുറേ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബേക്കറിയോ അതും ഇതൊക്കെ കൊണ്ടുവന്നതൊക്കെ അതെല്ലാം കൂടി ഒന്ന് കത്തിച്ച് എടുക്കാൻ വിചാരിച്ച. അതിനിടയ്ക്ക് ഞാൻ ഷംറീന നമ്മളെ ഉള്ളിവട ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായി നമ്മളെ ഉള്ളിവട. സാധാരണ ഞാൻ ഉള്ളിവട ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ല, കുറവാന്ന്. പിന്നെ ചിലപ്പം ശരിയാവില്ല എന്നുള്ളതാന്ന്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ശരിയായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മന്തിക്കുള്ള വെള്ളം ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മന്തീൻ്റെ അരിയൊക്കെ നേരത്തെ കൂരാൻ വേണ്ടി വെച്ചിന്. അപ്പം മന്തിയുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ട് അരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചോറ് കിട്ടുമല്ലോ. പിന്നെ നമ്മൾ കുറേ സമയം
പിന്നെ ഈ വെള്ളത്തിലിട്ട് പൊതിർന്ന പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചോറ് പോയിട്ട് വെള്ളം കുടിച്ച പോലെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ നമ്മളെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്, ഉള്ളിവടി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ വൈകുന്നേരം എന്താ ഇങ്ങനെയൊക്കെ കടിയാക്കുന്ന റമദാനിൻ്റെ പോലെയാണ്. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇന്ന് റമി വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെ കടിയാക്കിയേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു കടിയൊക്കെ ഉണ്ടെങ്കിലായി, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ബേക്കറിയോ ബിസ്ക്കറ്റോ മിച്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് കേട്ടോ കഴിക്കൽ. അങ്ങനെ എന്താണ് പിന്നെ നോമ്പിനെല്ലാം അങ്ങനെ കടിയെല്ലാം ഉണ്ടാക്കുന്നില്ലാതെ മറ്റുള്ള സമയത്ത് ഉണ്ടാക്കൽ കുറവാണ്. ഒന്നാമത് ഇപ്പോൾ വീഡിയോ ഇടാനും പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തീരെ വയ്യ കേട്ടോ, തലവേദനയും. എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അങ്ങനെയാണ് എനിക്കിപ്പം പറ്റിയത്. ഞാൻ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സും ലോങ് വീഡിയോസ്. ടൈമൊന്നും കറക്റ്റില്ല കേട്ടോ. മുമ്പൊക്കെ കറക്റ്റ് ടൈമിലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഏത് ടൈമിലാണ് വ്യൂസ് കൂടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ ഇട്ട് അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഇനി ഈ വീഡിയോ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് 3-4 ദിവസമായിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്തും വോയിസ് കൊടുക്കുന്നതൊക്കെ എന്താണ് എഡിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ തീരെ ക്ലിയറും ഇല്ല കേട്ടോ. അതെന്താ വെച്ചാൽ എനിക്കും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ വലിയ ക്ലിയറൊന്നും ഇല്ല. പക്ഷേ ഈ പ്രാവശ്യം എടുത്തൊരു പുക പിടിച്ച പോലെ കുറേ ഞാൻ എഡിറ്റ് ചെയ്ത് ഒരു 25 മിനിറ്റിൻ്റെ വീഡിയോ 8 മിനിറ്റാക്കി. എന്നിട്ടും കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ചോറും ഒക്കെ ആകുന്നുണ്ട്. ഈ ബീഫ് മന്തിയാക്കുന്ന സമയത്ത് ബീഫൊന്ന് ഇനി ചിക്കനായാലും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരം അടുക്കളയിലൊക്കെ ഇനതിനാൽ ഇപ്പം രാത്രി ഒരു മഗ്‌രിബൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ മഗ്‌രിബിൻ്റെ സമയത്തേക്ക് ചോറൊക്കെ അവിടെ ദമ്മിട്ട് പൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണിയാകുമ്പോൾ വന്ന് കഴിച്ച് മക്കൾക്കൊക്കെ ആണെങ്കിലും വേഗം ഉറങ്ങും. അപ്പോൾ അവർ നേരത്തെ കൊടുത്താലേ തിന്നൂലൂ. നെയ്യ കുറേ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് സമയമാവും. അങ്ങനെ അടുക്കളയിൽ കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കയറുമല്ലോ. പിന്നെ എന്നോട് മുമ്പ് പിന്നെ കുറേ ആൾക്കാർ ബീഫ് മന്തിയുടെ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. അത് ഞാനത് ഷോർട്സാക്കി എടുത്തിട്ടുണ്ട്. ഇട്ടോന്ന് ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയിൽ എടുത്തിട്ട് പിന്നെ തീരെ വയ്യാത്തതുകൊണ്ടാന്ന് ഇടാന്. ഷോർട്സിൻ്റെ ഒക്കെ ഞാൻ വോയിസ് അന്നേ കൊടുത്തിട്ടുണ്ടായിന്. ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇന്നോ നാളെയായിട്ട് എന്തായാലും കേട്ടോ. ഇന്നല്ല നാളെ ഞാൻ വോയിസ് കൊടുക്കുന്ന ഒരു രാത്രിയിലാണ് കേട്ടോ. മിക്ക ദിവസങ്ങളും ഞാൻ വോയിസ് കൊടുക്കൽ, പകൽ വോയിസ് കൊടുക്കൽ കുറവാണ്. നമ്മൾ ആദ്യമൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് വേണം. അപ്പം ഞാനൊരു 10 മണിക്കെല്ലാം ശേഷമേ വോയിസ് കൊടുക്കലുള്ളൂ. അങ്ങനെ നമ്മൾ ബീഫൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നത്. എൻ്റെ മസാലയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫൊന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. നല്ലോണം വെന്തും കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയില്ല. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ നമ്മൾ ഓരോ കിച്ചണിൽ പിന്നെ നമ്മൾ ഈ ചോറ് എല്ലാം ദമ്മിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് പിന്നെയാണ് ക്ലീനാക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് ചോറ് വിളമ്പുന്ന സമയത്ത് ഭയങ്കര സുഖവും സന്തോഷമാണല്ലേ. അങ്ങനെ നമ്മളിതേ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് മന്തിയൊക്കെ ഒന്ന് വിളമ്പി എടുക്കട്ടെ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒരുപാട് എടുത്തിട്ടുണ്ടായിന്. എഡിറ്റ് ചെയ്ത് വരുമ്പം വീഡിയോ മൊത്തം തീർന്നിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തില്ലേ, അത് കുറച്ചെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടാമെന്നുള്ളൊരു ധാരണയിൽ എടുത്തേ ഉള്ളൂ. പിന്നെ ബീഫ് മന്തിയുടെ റെസിപ്പിയും ഉള്ളിവടേൻ്റെയും ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കാണാത്തവരൊന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഇനി മുന്നോട്ട് പോകലൊക്കെ കണക്കാണ്. കാരണം വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല. തീരെ വയ്യപ്പോൾ വീഡിയോ എടുക്കലെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ മടി പിടിച്ചെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ലോണം എടുക്കുന്നത് തുടങ്ങണമെന്ന് വിചാരിക്കും, എന്നാലും ശരിയാവുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും ശരിയാവുമായിരിക്കും അല്ലേ, അങ്ങനെ വിചാരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ എപ്പോഴും കുറേ ടൈം എടുത്ത് നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനിതിപ്പോൾ ടൈം എടുത്തിട്ടില്ല എന്നല്ല, പക്ഷേ എന്തോ മടി പിടിച്ചിട്ടായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ താങ്ക് യു.